എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ തുടക്കമായിരിക്കട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണെന്ന്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ കള്ളൻ ബാലമുരുകന്റെ രക്ഷപ്പെടലിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ച. ലാഘവത്വം വെളിവാക്കുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ആലത്തൂരിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച ശേഷം ബാലമുരുകൻ പുറത്തേക്കിറങ്ങുന്നത് കൈവിലങ്ങില്ലാതെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ദേവസ്വം ബെഞ്ചിന്റെ നടപടിക്രമങ്ങൾ രഹസ്യ സ്വഭാവത്തിൽ. അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ. മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം വൈകിട്ട്. പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുക്കും. സർവകക്ഷി യോഗത്തിലെ തീരുമാനമനുസരിച്ച് തുടർ നടപടികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ വിധിയെഴുതും. ആദ്യഘട്ടം ഇന്ത്യാ സഖ്യത്തിനും NDAക്കും ഒരേപോലെ നിർണായകം. അമേരിക്കയിൽ കാർഗോ വിമാനം തകർന്നു വീണ അപകടം. കെൻറ്റക്കിലെ വ്യവസായ മേഖലയിൽ വിമാനം പതിച്ചത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ. ദുരന്തത്തിൽ മരിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാർ. ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ വനിതകൾക്ക് ഇന്ന് പ്രധാനമന്ത്രിയുടെ സ്വീകരണം. പരിപാടി വൈകിട്ട് 6-ന് ഔദ്യോഗിക വസതിയിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് തോൽവി. ബയേണിനോട് PSG തോൽവി 2-1. ലിവർപൂളിനോട് തോറ്റ് റയൽ മാഡ്രിഡ്. വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ വിയൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ബാലമുരുകന്റെ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് കൈവിലങ്ങില്ലാതെ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ബാലമുരുകനായി അന്വേഷണം ഊർജിതമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകാം വളരെ ലാഘവത്തോടെയാണ് ആ പ്രതി ഹോട്ടലിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നത്, കൈവിലങ്ങ് പോലുമില്ലാതെ. ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് പോലീസ് എത്രത്തോളം ലാഘവത്തോടെയാണ് ഈ പ്രതിയെ കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യം. മിനിയാന്ന് വൈകുന്നേരമാണ് ഈ ബാലമുരുകനെ തമിഴ്നാട് പോലീസ് വിചാരണയ്ക്ക് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ബാലമുരുകൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് തമിഴ്നാട്ടിൽ തന്നെ നിരവധി കേസുകൾ, അതായത് 54 കേസുകളിൽ ബാലമുരുകൻ പ്രതിയാണ്. നിരവധി കേസുകൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രൊസീജിയർ നടന്നു വരുന്നുമുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ബാലമുരുകൻ ഇത്തരത്തിൽ പോലീസിനെ കബളിപ്പിച്ചു. പ്രത്യേകിച്ചും ഇതേ പ്രൊസീജിയറിനിടയിൽ തന്നെ തമിഴ്നാട്ടിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇതേ സമയത്ത് തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അത്തരം ഈ ജയിലിൽ നിന്നും ചാടാനുള്ള ടെൻഡൻസിയുള്ള ഒരു പ്രതിയെ കൊണ്ടുവരേണ്ടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മുൻ പരിചയമുള്ള ഒരു പ്രതിയെ കൊണ്ടുവരേണ്ടുന്ന സാഹചര്യത്തിലായിരുന്നില്ല ബാലമുരുകനെ കൊണ്ടുവന്നിരുന്നത് എന്നുള്ള കാര്യമാണ് ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം, വളരെ വ്യക്തമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് തമിഴ്നാട് പോലീസിന്റെ മൊഴി വീണ്ടും കേരള പോലീസ് പുനഃപരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ
ബാലമുരുകനുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ കൊടും ക്രിമിനലിനെ എങ്ങനെയാണ് ഇത്തരത്തിൽ അതും അതിസുരക്ഷാ ജയിലിൽ ആയിരുന്നു ബാലമുരുകൻ 2023 സെപ്റ്റംബർ മുതൽ അതിസുരക്ഷാ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ആ ഒരു കാറ്റഗറിയിലുള്ള ക്രിമിനലിനെ ഏത് സാഹചര്യത്തിലാണ് ഇത്ര ഒട്ടും സുരക്ഷയില്ലാതെ അല്ലെങ്കിൽ ഒട്ടും കൺസേൺ ഇല്ലാതെ പോലീസ് കൊണ്ടുവരുന്നത് എന്നുള്ള ദൃശ്യങ്ങളാണ് ആലത്തൂരിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു. ഇത് സ്വാഭാവികമായ ഒരു പ്രൊസീജിയറാണ്. പക്ഷെ തിരിച്ചെത്തുമ്പോൾ അത് കൈവിലങ്ങ് ഇടുകയും ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഇത്ര വലിയൊരു ക്രിമിനലിനെ കൊണ്ടു നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന അതല്ലെങ്കിൽ അതിന് നൽകേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ ആലത്തൂരിലെ ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ വളരെ ലാഘവത്തോടെയാണ്. അതായത് ആ ബാലമുരുകൻ കയറിപ്പോയി ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ ചാടിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. തുടർന്ന് വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പോലും കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല. മാത്രമല്ല, ജയിലിന്റെ സമീപത്തെത്തുമ്പോഴാണ് ബാലമുരുകൻ ശുചിമുറിയിൽ പോകണമെന്ന് പറയുന്നത്. അത് ജയിലിന്റെ സമീപത്ത് എത്തിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പോലീസിന് അത് ജയിലിനുള്ളിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യത്തിൽ അത് ആകാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു പോലീസുകാരൻ മാത്രമാണ് ബാലമുരുകനൊപ്പവും അപ്പോഴും സുരക്ഷാ സംവിധാനങ്ങളുമായി പോയിട്ടുള്ളത്. ബാലമുരുകന് വേണ്ടിയിട്ടുള്ള ഈ തിരച്ചിൽ ഊർജിതമാക്കുന്ന സാഹചര്യത്തിലും ഈ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ലാഘവത്തോടെ ആണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ബാലമുരുകൻ അത് മാത്രമല്ല, ഇന്നലെ കണ്ടത് ഒടുവിൽ അദ്ദേഹത്തെ കണ്ടത് ഇന്നലെ പുലർച്ചെയാണ് 2:30 വിയൂർ ജയിലിന് സമീപം പാടൂക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ബാലമുരുകനെ കണ്ടതെന്നാണ് പറയുന്നത്. അദ്ദേഹം മോഷ്ടിച്ചതെന്ന് കരുതുന്ന ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോഴാണ് പോലീസിനെ കണ്ട് സൈക്കിൾ ഉപേക്ഷിച്ചിട്ട് സമീപത്തുള്ള പാടത്തുകൂടി ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസ് അന്വേഷണം നടന്നിരുന്നു. പക്ഷെ ആ പ്രദേശത്തൊന്നും കണ്ടെത്താനായില്ല. ഈ റെയിൽവേ ട്രാക്ക് ഉണ്ട് സമീപത്ത്, അതുകൊണ്ട് അവിടെ ഓടിക്കയറി ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുപോലെ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെയുള്ള ഏതെങ്കിലും വാഹനത്തിൽ കയറിയിട്ടുണ്ടോ, അത്തരത്തിൽ ബസ്സിൽ കയറി പോയിട്ടുണ്ടാകുമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിന് കൈ കാണിച്ച് കയറി പോയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും അങ്ങനത്തെ ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നഗരത്തിന് സമീപത്തും ജില്ലകളിലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വ്യാപകമായ തെരച്ചിലാണ്. അത് മാത്രമല്ല, ഇന്നലെ ബാലമുരുകന്റെ ചെരുപ്പ് ഈ ജയിൽ വളപ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡിനെ വിട്ട് എൻക്വയറി അന്വേഷണം നടത്തുന്ന ഒരു സംഘം കൂടി ഉണ്ട് ഈ അന്വേഷണ സംഘത്തിൽ. അത് ബാലമുരുകന്റെ ചെരുപ്പാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിലാണ് ജയിൽ വളപ്പിൽ ബാലമുരുകൻ ഈ സൈക്കിളിൽ കയറി പോകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ജയിൽ വളപ്പിലേക്ക് എടുത്തു ചാടി എന്നാണ് തമിഴ്നാട് പോലീസ് നേരത്തെ കേരള പോലീസിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം രണ്ടും കൂടി ചേർത്ത് വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. ജയിൽ വളപ്പിൽ തന്നെ അന്വേഷണം ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണോ അത്തരത്തിലുള്ള ഒരു കാര്യം? അതാണ് ആജ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു സംഭവം മുൻപും ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും പ്രതിയെ ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്ത തമിഴ്നാട് പോലീസ്, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പ്രതിയെ രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് സഹായിക്കുകയായിരുന്നു എന്നൊരു സംശയം കൂടി അവിടെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ നിന്നുമായാലും അല്ലാതെ കാര്യങ്ങളുടെ ഒരു കാര്യങ്ങൾ വ്യക്തമായി വരുന്നത് അങ്ങനെയാണ്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെ ഉറപ്പിക്കാനായിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് സാഹചര്യം വെളിവാക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം തമിഴ്നാട് പോലീസാണ് പറഞ്ഞത് ഈ ജയിൽ വളപ്പിലേക്ക് ബാലമുരുകൻ എടുത്തു ചാടി എന്ന് പറഞ്ഞു. അതേ ബാലമുരുകനെ പോലീസ് മറ്റൊരു സൈക്കിളുമായി പുറത്തു വെച്ച് കാണുകയും സൈക്കിൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? അതെങ്കിൽ ഏത് സാഹചര്യത്തിലായിരുന്നു ബാലമുരുകൻ പുറത്തേക്ക് ചാടിയത്? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ പോലീസ് ഒരുക്കി കൊടുത്തതായിരുന്നു? ഈ ആലത്തൂരിൽ നിന്നും കൈവിലങ്ങ് അണിയിക്കാതെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈവിലങ്ങ് അഴിച്ചതാണെന്ന് പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും തിരിച്ച് കൈവിലങ്ങ് അണിയിക്കാതെ ബാലമുരുകനെ കൊണ്ടുവരുന്ന ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്ന ആലത്തൂരും വിയ്യൂരും തമ്മിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തെ കൈവിലങ്ങ് അണിയിക്കാതെ കൊണ്ടുവരുന്നു
എന്ന് പറയുന്നതിലും ചേർത്ത് വായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. എന്നിരുന്നാലും നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ വർഷവും ഇതേ സാഹചര്യത്തിൽ തന്നെ ബാലമുരുകനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുമ്പോൾ അയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ സാഹചര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിന്ന മുൻകരുതൽ എടുത്തിരുന്നില്ല, അതല്ലെങ്കിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതായിരിക്കാം. എന്നിരുന്നാലും ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി കേരള പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യം ബാലമുരുകന് വേണ്ടി ഒരുക്കി കൊടുത്തതാണോ എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങളുടെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആലത്തൂര് ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് എങ്ങനെയാണ് ഇത്രയും കൊടും ക്രിമിനലിനെ, അതായത് ഒരു തനിക്കെതിരെ സാക്ഷി പറഞ്ഞ സ്ത്രീയെ പോലും വകവരുത്തിയ ചരിത്രമുള്ള ആളാണ്, അത്തരത്തിൽ ഒരു കൊടും ക്രിമിനലിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, എങ്ങനെയാണ് അയാളെ അതിസുരക്ഷാ കാറ്റഗറിയിൽ ഇത്ര കാലം ജയിലിൽ കിടന്ന ഒരാളെ തിരിച്ച് ജയിലിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അവിടെ വെച്ച് തന്നെ അയാൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഓടിപ്പോകാവുന്ന എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ ഈ സെൻട്രൽ ജയിലിന് അടുത്തെത്തിയപ്പോൾ, ഈ ഒരു ജയിലിന് അടുത്തെത്തിയപ്പോഴാണ് തനിക്ക് ശുചിമുറിയിൽ പോകണം, അത് പോലീസിന്റെ വേർഷനാണ്, ശുചിമുറിയിൽ പോകണം എന്ന് പറഞ്ഞ ശേഷമാണ് കാർ നിർത്തി ബാലമുരുകനെ പുറത്തിറക്കുന്നത് എന്ന് പറയുന്നു. ഒരു പോലീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒപ്പം എന്നും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ചേർത്ത് വായിക്കുമ്പോൾ ഈ ബാലമുരുകനെ രക്ഷപ്പെടാൻ ഉള്ള സാഹചര്യങ്ങൾ തമിഴ്നാട് പോലീസ് ഉണ്ടാക്കിയതല്ലേ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ശരി, ആജ്ഞ തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുമ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അസാധാരണ നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഹർജി സ്വമേധയാ കോടതി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കും. രഹസ്യ സ്വഭാവത്തിലായിരിക്കും കേസിന്റെ നടപടിക്രമങ്ങൾ നടക്കുക. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്ന് ഇടക്കാല റിപ്പോർട്ടും സമർപ്പിക്കും. അന്വേഷണ സംഘത്തലവൻ SP ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരിക്കും ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി SIT പത്തനംതിട്ട കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിന്റെ പങ്കിനെക്കുറിച്ച് ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാതിൽപ്പാളി മോഷണ കേസിൽ ചോദ്യം ചെയ്യുന്നതും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ തന്നെ ചേരുന്നുണ്ട്. ആജ്ഞ, അതീവ രഹസ്യമായി കോടതിയുടെ നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തുവരുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? അതായത് അടച്ചിട്ട മുറിയിലുള്ള കോടതി നടപടിക്രമങ്ങളായിരിക്കും നടക്കുക. അതും കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ ബി കൺസോൾ എന്ന് പറയുന്ന ഓൺലൈൻ കോർട്ടിൽ നമുക്ക് എല്ലാവർക്കും കഴിയാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് വിഷ്വൽസ് കാണാം, പക്ഷെ മ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നും അങ്ങനെ തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കും. കാരണം അതീവ രഹസ്യമായിട്ട് തന്നെ ഈ പ്രൊസീഡിങ്സ് മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് രണ്ടാമത്തെ തവണയാണ് ഈ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 2 ആഴ്ച കൂടുമ്പോൾ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ് ജസ്റ്റിസ് രാജവിജയരാഘവന്റെയും ജസ്റ്റിസ് K വിജയകുമാറിന്റെയും ബെഞ്ചടങ്ങുന്ന ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് അങ്ങനെയാണ്. ഇതും ഇന്നു മുതൽ പരിഗണിക്കുക. ദേവസ്വം ബെഞ്ച് പുതുതായി എടുത്തിട്ടുള്ള ഒരു കേസിലാണ് ഇന്നു മുതൽ. കാരണം കഴിഞ്ഞ കോടതി ചേർന്നിരുന്ന സാഹചര്യത്തിൽ നേരത്തെ കോടതി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും കക്ഷി ചേർത്ത് തന്നെയായിരുന്നു സ്വമേധയാ കേസ് എടുത്തിരുന്നത്. അങ്ങനെയായിരുന്നു. അതേസമയം ഇന്ന് കഴിഞ്ഞ കോടതി ചേരുന്ന സാഹചര്യത്തിൽ, കഴിഞ്ഞ തവണ കോടതി ചേരുന്ന സാഹചര്യത്തിൽ ആ കേസ് അവസാനിപ്പിച്ചു. പുതിയ ഒരു ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ഈ ഹർജിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സ്മാർട്ട് ക്രിയേഷൻസിനെയും ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ കേസിൽ കക്ഷി ചേർന്ന ആളുകൾക്കെല്ലാം ഈ പ്രൊസീഡിങ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നൽകണം, അതിന്റെ പകർപ്പുകളിൽ നൽകണം എന്നൊരു നിയമമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസിനെയും ഈ കേസിൽ കക്ഷി ചേർത്തിരുന്നതിൽ നിന്നും ഒഴിവാക്കി പുതിയൊരു ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന്റെ കേസിന്റെ സ്വഭാവം എത്രത്തോളം ആണ് അല്ലെങ്കിൽ അതീവ രഹസ്യമായി തന്നെ ഈ ഒരു പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കോടതിക്ക് നിർബന്ധമുണ്ട്. അത് പാലിക്കുന്നുമുണ്ട് കോടതി. അത് മാത്രമല്ല, ഇപ്പം കേസിലുള്ള 3 അറസ്റ്റ്, അതുപോലെ ഈ പുതിയ കേസിൽ വന്നിട്ടുള്ള വഴിത്തിരിവ്, ദേവസ്വം
മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ വ്യക്തമാക്കേണ്ടി വരും. വ്യക്തമാക്കും. 3 അറസ്റ്റുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ ദേവസ്വം ഓഫീസർ മുരാരി ബാബു, അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, അതുപോലെ മൂന്നാമത്തെ അറസ്റ്റ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ തുടങ്ങിയ ആളുകളുടെ അറസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എൻ വാസുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും അറസ്റ്റിലേക്ക് SIT നീങ്ങിയേക്കാം. അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സ്വർണം പോയ വഴിയും ഹൈദരാബാദിൽ നിന്നും ബെല്ലാരിയിൽ നിന്നും സ്വർണം കണ്ടെടുത്ത സാഹചര്യം, അത് മാത്രമല്ല എൻ വാസു ഈ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതോ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് സ്വർണം ഉപയോഗിച്ചോട്ടെ എന്ന് അറിയിക്കുന്ന മെയില് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ശരി, ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ കോടതിയുടെ അസാധാരണ നീക്കങ്ങൾ തുടരുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ US കാർഗോ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണു. UPS കമ്പനിയുടെ വിമാനമാണ് വ്യവസായ മേഖലയായ കെൻഡക്കിയിൽ തകർന്നു വീണത്. അപകടത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. Dead, bro. Bro, get the fuck away from here, like turn around. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപകടം എത്രത്തോളം വലുതാണെന്നുള്ളത്. പ്രധാനമായും വ്യാവസായിക മേഖലയിലാണ് ഇത് തകർന്നു വീണിരിക്കുന്നത്. പെട്രോളിയം വസ്തുക്കളുടെ റീസൈക്ലിംഗ് നടക്കുന്ന മേഖലയിലാണെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, വളരെ ഞെട്ടിക്കുന്ന ഒരു അപകടമായിരുന്നു. കെൻഡക്കിയിലുള്ള ഒരു വ്യവസായ നഗരമായിട്ടുള്ള ലൂയിസ് വില്ലയിലാണ് ഈ അപകടമുണ്ടായത്. അവിടെയുള്ള മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവിടെ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് തകർന്ന് വീഴുകയായിരുന്നു. വലിയ ഒരു തീപിടുത്തം തന്നെ അവിടെ ഉണ്ടായി. ഇപ്പോൾ നിലവിൽ വിമാനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. 11 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. വിമാനത്താവളം ഇപ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് അത് അടച്ചിട്ടുണ്ട്. ഇതുവരെ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലൂയിസ് വില്ലെ മേയറായിട്ടുള്ള ഗ്രേഗ് ഗ്രീൻബർഗിൻ്റെ അഭിപ്രായം, അദ്ദേഹം ഇപ്പോൾ എക്സിൽ കുറിച്ചത് മൊത്തം 2 ലക്ഷത്തിലധികം ബാരലിലുള്ള എണ്ണ ഈ വിമാനത്തിലുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്ര വലിയൊരു സ്ഫോടനത്തിന് ഇടയാക്കിയതെന്നാണ് ലൂയിസ് വില്ല മേയർ അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 2,80,000 ഗാലൻസിൻ്റെ എണ്ണയായിരുന്നു ഈ വിമാനത്തിനകത്തുണ്ടായിരുന്നതായി അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. പ്രാദേശിക സമയം രാവിലെ 5:15 ഈ അപകടമുണ്ടായത്. UPS എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അവരുടെ വിമാനമായിട്ടുള്ള ഈ ഫ്ലൈറ്റ് നമ്പർ 2976 ഈ അപകടമുണ്ടായത്. ഈ വിമാനത്തിന് അത്യാവശ്യം കാലപ്പഴക്കമുണ്ടായിരുന്നതായിട്ടും വിവരം ലഭിക്കുന്നുണ്ട്. 1991 ഈ വിമാനം ഉണ്ടാക്കിയതെന്നാണ് വിവരമുള്ളത്. ഏതാണ്ട് 34 വർഷത്തിലധികം പഴക്കം ഈ വിമാനത്തിനുണ്ട്. ഈ 1991 നിർമ്മിച്ചിട്ടുള്ള മക്ഡൊണാൾ ഡഗ്ലസ് MD-11 എന്ന് പറയുന്ന വിമാനമാണ്. ബോയിങ് കമ്പനിയാണ് ഈ വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിമാനം ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് കെൻഡക്കിയിൽ നിന്ന് ഇത് ഹൊണോലുലുവിലേക്ക് പറക്കാനായിട്ടിരുന്നതാണ്. അപ്പോൾ അവിടേക്കുള്ള ഈ ടേക്ക് ഓഫിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഈ ഹൊണോലുലുവിലേക്ക് ഈ വിമാനം പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇത് മറ്റൊരു സർവീസ് നടത്തി തിരിച്ചു വന്നിരുന്നതാണ്. ഇത് ബാൽട്ടിമോറിലേക്കായിരുന്നു ഇതിൻ്റെ ആദ്യ സർവീസ് ഉണ്ടായിരുന്നത് അതേ ദിവസം തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഹൊണോലുലുവിലേക്ക് സർവീസ് നടത്താനായിട്ട് തിരിച്ചത്. ഏതാണ്ട് 8.5 മണിക്കൂർ സമയത്തെ സർവീസ് ഈ വിമാനം ആ ദിവസം തന്നെ ആദ്യം തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ അധിക സർവീസ് അതേ ദിവസം തന്നെ വൈകുന്നേരം നടത്താനായിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിന് ഇത്രയധികം വർഷത്തെ കാലപ്പഴക്കം കൂടി നിലനിൽക്കുന്നത് കൊണ്ടുകൂടി ഇത്ര കൂടുതൽ സമയം ഈ വിമാനം പ്രവർത്തിപ്പിച്ചത് കാരണമാകാം അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം ലഭിക്കുന്നത്. എന്നാൽ ഇത്തരം
ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ രേഖകൾ പ്രകാരമാണ് ഈ വിമാനത്തിന് ഇത്രയധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ബോയിങ് കമ്പനി ഈ വാദത്തോട് പ്രതികരിച്ചിട്ടില്ല. ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. മറ്റൊരു പ്രതികരണവും അവർ നിലവിൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. എന്തായാലും ഇതിൽ ഈ വിമാനാപകടത്തിൽ മറ്റ് അട്ടിമറികളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ വിമാനത്തിൻ്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ അധിക സമയം സർവീസ് നടത്തിയതുമാണ് അപകട കാരണം എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, യുഎസിലെ കെൻഡക്കിയിലാണ് കാർഗോ വിമാനം വ്യാവസായിക മേഖലയിലേക്ക് തകർന്നു വീണ് വലിയ തരത്തിലുള്ള അപകടമുണ്ടായിരിക്കുന്നത്. 3 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അജയ്, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 7:30 വോട്ടെടുപ്പ് അവസാനിക്കും. തൊട്ടു പിന്നാലെ ആദ്യ ഫലസൂചനകളും പുറത്തു വന്നേക്കും. പ്രവചനങ്ങളെല്ലാം ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി സെഹ്റാൻ മംദാനിക്ക് അനുകൂലമാണ്. ട്രംപിന്റെ നിലപാടുകളോടുള്ള US ജനതയുടെ പ്രതികരണമാകും തെരഞ്ഞെടുപ്പെന്നാണ് വിലയിരുത്തൽ. അജയ് സുധാ ബിജു തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ഒരു ഇന്ത്യൻ വംശജനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സെഹ്റാൻ മംദാനിക്കാണ് കൂടുതൽ സാധ്യതയെന്നും വിവരങ്ങളുണ്ട്. അതെ, തീർച്ചയായിട്ടും അനുശ്രീ. സെഹ്റാൻ മംദാനി എന്ന് പറയുന്നത് ഒരു ഹാഫ് ഇന്ത്യൻ വംശജനാണെന്ന് പറയാൻ സാധിക്കും. അദ്ദേഹം പ്രശസ്ത എഴുത്തുകാരിയും ചലച്ചിത്ര സംവിധായികയുമായിട്ടുള്ള മീര നായരുടെ മകനാണ്. അതുപോലെ തന്നെ യുഗാണ്ടൻ എഴുത്തുകാരനായിട്ടുള്ള മെഹബൂബ് മംദാനി അദ്ദേഹത്തിൻ്റെ പിതാവാണ്. നിലവിൽ ഒരു അഭിപ്രായ സർവേകൾ അനുസരിച്ച് 46.1% സാധ്യത മംദാനിക്ക് പ്രവചിക്കുന്നുണ്ട്. മംദാനിയുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ന്യൂയോർക്കിൻ്റെ മുൻ ഗവർണറും ആൻഡ്രോ കുമോയാണ്. അദ്ദേഹത്തിന് അഭിപ്രായ സർവേ അനുസരിച്ച് 31.8% അഭിപ്രായ സർവേ അനുസരിച്ച് വിജയ ശതമാനം ഇപ്പോൾ നിലവിൽ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല ട്രംപ് അധികാരത്തിൽ കയറിയതിന് ശേഷം നടക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ന്യൂയോർക്ക് എന്ന് പറയുന്ന നഗരം നോക്കുകയാണെങ്കിൽ ബ്രുക്ലിൻ, ക്വീൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റൻ ഐലൻഡ് തുടങ്ങി 5 നഗരങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ മഹാനഗരമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. 85 ലക്ഷത്തിലധികം ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ജനങ്ങൾ വസിക്കുന്ന ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ ഒരു നഗരമാണ്. അപ്പോൾ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ സംവാദങ്ങളെല്ലാം തന്നെ US നിലനിന്നിരുന്നു. ട്രംപ് പറയുന്നത് മംദാനി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുള്ള മംദാനി ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ മേയറായി കഴിഞ്ഞാൽ അത് ന്യൂയോർക്കിന് വലിയ മഹാദുരന്തമായിരിക്കും വരാൻ പോകുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ നഗരം ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നത് അത് തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ ഈ പല ബിൽഡിങ്സിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ വാടക മരവിപ്പിക്കൽ നിലപാട്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ബസ് ഫെയർ തുടങ്ങിയിട്ട് മംദാനി മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങളും അത് ന്യൂയോർക്കിനെ വലിയ കടക്കണിയിലേക്ക് തള്ളിവിടും എന്നൊക്കെയാണ് ട്രംപിൻ്റെ ആരോപണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മംദാനി ഇപ്പോൾ പുതിയ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള എല്ലാ ഫെഡറൽ സഹായങ്ങളും നിർത്തിവെക്കും എന്നുള്ളൊരു ഭീഷണിയും ട്രംപ് മുഴക്കിയിട്ടുണ്ട്. എന്നാൽ ട്രംപിൻ്റെ ഈ ഭീഷണി അത് ഇപ്പോൾ നിലവിൽ ചെലവാകില്ല. അത് രാഷ്ട്രീയപരമായി നിയമപരമായി അതിനൊരു സാധുതയില്ല എന്നാണ് പറയുന്നത്. കാര്യം ഫണ്ട് നിർത്തിവെക്കാൻ US പ്രസിഡന്റിന് അധികാരമില്ല. അത് US കോൺഗ്രസ് ആണ് ഈ ഫണ്ട് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഇത്തരം വാദങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. എന്നാൽ മംദാനി നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പറഞ്ഞത് ഈ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള വാദങ്ങൾ, ഇത്തരത്തിലുള്ള ഭീഷണികൾ അതിന് ജനങ്ങൾ ബാലറ്റ് പേപ്പർ കൊണ്ട് മറുപടി പറയും. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വഴി അതിനൊരു മറുപടി നൽകും എന്നാണ് മംദാനി പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പോലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പൊന്നും അവിടെ ഉണ്ടാകാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഫലസൂചനകൾ ലഭിക്കും. ഉടൻ തന്നെ ആരാണ് അടുത്ത മേയർ എന്നറിയാൻ പറ്റും. 2026 ജനുവരി 1 പുതിയ മേയർ അധികാരമേൽക്കുക. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്ത്യൻ വംശജനായ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ സെഹ്റാൻ മംദാനി, അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അപർണ കുറുപ്പ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുന്ന ഒരു മേയർ ന്യൂയോർക്കിനുണ്ടായാൽ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യും? ഗസയിലെ വംശഹത്യയെ കണ്ണടച്ചെതിർക്കുന്ന ഒരു ഇന്ത്യൻ വംശജൻ കൂടിയായാൽ, അതും ട്രംപിന്റെ സംഘങ്ങൾ 100% കമ്മ്യൂണിസ്റ്റ് ലുനാറ്റിക് എന്ന് വിളിക്കുന്ന ഒരാൾ കൂടിയായാൽ, ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ളവർക്ക് കൂടി വലിയ ആഘോഷമാകും. പറഞ്ഞു വരുന്നത് സെഹ്റാൻ മംദാനിയെക്കുറിച്ച്. ഈ പേരിനുടമ
ഇപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിന്റെ മേയർ കസേരയുടെ തൊട്ടടുത്താണ്. ഒരു വർഷം മുമ്പ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിന്റെ മാത്രം ചട്ടക്കൂടിനുള്ളിൽ കേട്ടിരുന്ന പേരാണ് ഈ 33-ാം വയസ്സിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങുന്ന സൊറാൻ മംദാനി. ഇപ്പോൾ മുഴുവൻ പേര് സൊറാൻ ക്വാമെ മംദാനി. പേരിലെ ആ ക്വാമെ ഘാനയുടെ ആദ്യ പ്രസിഡന്റ് ക്വാമെ ക്രോമയെ ബഹുമാനിക്കുന്നതിന്റെ സൂചനയാണ്. അതായത് ഈ പേരിൽ തന്നെയുണ്ട് സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തോടുള്ള അഭിനിവേശം. 2021 മുതൽ ന്യൂയോർക്ക് സംസ്ഥാന അസംബ്ലിയുടെ അസ്റ്റോറിയ ക്യൂൻസ് പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന മംദാനി ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിന്റെ നോമിനിയാണ്. ഇന്ത്യൻ വംശജനും ഉഗാണ്ടൻ ചിന്തകരുമായ മെഹ്മൂദ് മംദാനിയുടെ മകനായ സൊറാന്റെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ അടക്കം ഉറ്റുനോക്കുന്നതിന് കാരണം മറ്റൊന്നു കൂടിയുണ്ട്. മൺസൂൺ വെഡിങ്ങും നെയിം സേക്കും സലാം ബോംബെയും എല്ലാം സമ്മാനിച്ച പ്രശസ്ത ഇന്ത്യൻ സംവിധായിക മീര നായരുടെ മകൻ കൂടിയാണ് സൊറാൻ മംദാനി. ട്രംപിന്റെ കൂട്ടുകാർ എന്ത് പേരിട്ട് വിളിച്ചാലും താൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ് മംദാനി. റെന്റ് ഫ്രീസ്, ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട്, സർക്കാർ നിയന്ത്രിത ഗ്രോസറി സ്റ്റോറുകൾ, യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനാണ് ട്രംപിന്റെ ടീം കമ്മ്യൂണിസ്റ്റ് ലുനാറ്റിക് എന്ന മംദാനിയെ വിളിക്കുന്നത്. ഹൗസിംഗ് കൗൺസിലായി പ്രവർത്തിച്ച കാലത്ത് ലോ ഇൻകം ഹോം ഓണേഴ്സിനെ, പ്രത്യേകിച്ച് വെളുത്തവരല്ലാത്തവരെ കുടിയൊഴിപ്പിക്കൽ നിന്ന് രക്ഷപ്പെടുത്തുക കൂടി ചെയ്ത മംദാനി ആശയങ്ങൾ പ്രാവർത്തികമാക്കി തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മംദാനിയുടെ പ്ലാറ്റ്ഫോം തന്നെ വർക്കിംഗ് ക്ലാസ് ന്യൂയോർക്കേഴ്സിന്റെ ജീവിത ചെലവ് കുറയ്ക്കുക എന്നതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മംദാനി മുന്നോട്ട് വെക്കുന്നത്. മംദാനിയുടെ രാഷ്ട്രീയ ദർശനത്തെ ഇങ്ങനെ രൂപപ്പെടുത്തിയത് കുടുംബ പശ്ചാത്തലം കൂടിയാണെന്ന് പറയാതെ പറ്റില്ല. സിറ്റിസൺ ആൻഡ് സബ്ജക്റ്റ് പോലുള്ള പുസ്തകങ്ങളിലൂടെ അധികാരവും അനീതിയും പരിശോധിക്കുന്ന കൊളോണിയൽ പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെ അപ്പോസ്തലനാണ് പിതാവ് മെഹ്മൂദ് മംദാനി. മാതാവ് മീര നായർ മൺസൂൺ വെഡിങ് പോലുള്ള സിനിമകളിലൂടെ ഇന്ത്യൻ മധ്യവർഗം അഭിമാനപൂർവ്വം ഒളിപ്പിച്ചു വെച്ച് ശീലിച്ച എത്രയോ സാംസ്കാരിക സാമൂഹിക ഗ്രേ വിഷയങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. മംദാനിയുടെ ആഫ്രിക്കൻ ഇന്ത്യൻ മുസ്ലിം ഐഡന്റിറ്റിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം. ജയിച്ചാൽ ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം മേയർ എന്നുപോലും മംദാനി വിശേഷിപ്പിക്കപ്പെട്ടേക്കാം. ട്രംപ് മാത്രമല്ല, നരേന്ദ്രമോദിയുടെയും കടുത്ത വിമർശകനാണ് മംദാനി. ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ച മംദാനി മോദി ഗുജറാത്തിലെ മുസ്ലിങ്ങളെ നശിപ്പിച്ചു എന്ന ആരോപണം ഉയർത്തിയത് ചെറിയ വിവാദമല്ല അമേരിക്കയിൽ ഉണ്ടാക്കിയത്. ഗുജറാത്തിലെ മുസ്ലിം ജനസംഖ്യ 10% ഔദ്യോഗിക കണക്കുകളെ അവഗണിച്ച് മോദി കൊന്നതിനാൽ ഗുജറാത്തി മുസ്ലിങ്ങൾ ഇനി നിലവിലില്ല എന്ന് പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക വൃത്തങ്ങളിൽ ശക്തമായ എതിർപ്പിന് പോലും കാരണമായി. BJP മോദി ഭരണത്തെ ഹിന്ദു ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്ലൂറലിസത്തെ നശിപ്പിക്കുന്നതുമായി വിമർശിക്കുക മാത്രമല്ല, മോദി അമേരിക്കയിലെത്തിയാൽ ഒരു പ്ലാറ്റ്ഫോമിലും പങ്കിട്ട് പ്രവർത്തിക്കില്ല എന്നുകൂടി പറഞ്ഞയാളാണ് മംദാനി. ഇത് ഹിന്ദുവിരുദ്ധ പ്രചാരണമാണെന്ന് അമേരിക്കയിലെ സംഘപരിവാർ അനുകൂലികൾ ആരോപിക്കുകയും ചെയ്തു. വ്യക്തിപരമായി ആരാണ് സൊഹ്റാൻ മംദാനി എന്നതും വ്യത്യസ്തമാണ്. ഹിപ് ഹോപ്പ് നേർഡാണ് സൊഹ്റാൻ മംദാനി. 2016 ഉഗാണ്ടൻ റാപ്പ് HABയുമായി ചേർന്ന് നോട്ട് ഗോയിങ് ബാക്ക് ടു വില്ലേജ് എന്ന പാട്ടുമായി സൊറാൻ എത്തി. 2019 മറ്റൊരു റാപ്പ് സിംഗിളായ നാനിയുമായും സൊറാൻ വന്നു. സൊറാൻ മംദാനിയുടെ ജീവിതം ഒരു ആഗോള യാത്ര കൂടിയാണ് എന്നുകൂടി പറയണം. 5 വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലേക്ക്, 7 വയസ്സിൽ ന്യൂയോർക്കിലേക്ക് കുടിയേറിയ മംദാനി ബ്രോങ്സ് ഹൈസ്കൂൾ ഓഫ് സയൻസിലും ബൗഡോയിൻ കോളേജിലെ ആഫ്രിക്കൻ സ്റ്റഡീസിൽ ബിരുദവും നേടി. ഹിപ് ഹോപ്പ് മ്യൂസീഷ്യനായും പ്രവർത്തിച്ചു. മിസ്റ്റർ കാഡമം എന്ന പേരിൽ റാപ്പ് സോങ്ങുകൾ പുറത്തിറക്കി. പലസ്തീൻ ആക്ടിവിസ്റ്റുകളുമായുള്ള ബന്ധങ്ങൾ ഉയർത്തി മംദാനി ചില വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള സർവേകൾ അനുസരിച്ച് ഫ്രണ്ട് റണ്ണറാണ് മംദാനി. യുവാക്കളെയും പുതിയ ആശയങ്ങളുള്ള വോട്ടർമാരെയും ആകർഷിക്കുന്ന ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്. ന്യൂയോർക്ക് മേയർ കസേരയിലേക്ക് സൊറാൻ മംദാനി എത്തിയാൽ കമ്മ്യൂണിസ്റ്റ് സമീപനം നടപ്പിലാക്കാനാകുമോ എന്നതാണ് ചോദ്യം. മംദാനിയുടെ വിജയം അമേരിക്കൻ ഇടതുപക്ഷത്തിന്റെ ഭാവി നിർണ്ണയിക്കും. അത് സോഷ്യലിസത്തിന്റെ പുതിയ അധ്യായമാകുമോ അതോ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾക്ക് ഭീഷണിയാകുമോ? കാലം പറയും. ഇന്ത്യക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും ഉറ്റുനോക്കാനുണ്ട്. അതുകൊണ്ട് ഇത്തവണ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഏറെ നാളുകളായി നമ്മുടെ ഒക്കെ ചർച്ചാ വിഷയമായിരുന്ന ഒരു കാര്യമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ആ ബീഹാർ നാളെ വിധി എഴുതുകയാണ്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത്. ഇന്ത്യ സഖ്യത്തിനും NDAയ്ക്കും ഒരേപോലെ നിർണായകമാണ് ആദ്യഘട്ടം. തൊഴിലില്ലായ്മ മുതൽ ജംഗൽ രാജ് വരെയുള്ള വിഷയങ്ങൾ പ്രചാരണത്തിൽ ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, 18 ജില്ലകൾ, 121 സീറ്റുകൾ, 1314 സ്ഥാനാർത്ഥികൾ. എന്തായിരിക്കും ബീഹാർ തീരുമാനിക്കുക? ബീഹാറിന്റെ വിധിയെഴുത്ത് എന്താകും? ആർക്കായിരിക്കും വിജയം?
അനുശ്രീ, നീണ്ട പ്രചാരണത്തിന് ശേഷം ബീഹാർ ഏതായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. തീർച്ചയായും അത് രണ്ട് മുന്നണികൾക്കും, മഹാസഖ്യത്തിനും NDAയ്ക്കും ഒരുപോലെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാനത്ത് നടന്നത്. കേവലം 15 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം. 15 സീറ്റുകൾ മാത്രമായിരുന്നു. അന്ന് ഇന്ത്യ സഖ്യത്തിന് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ ഒരു ക്ലോസ് മത്സരത്തിലേക്ക് എത്താനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ ആദ്യഘട്ടത്തിൽ നേടിയ ഒരു മുന്നേറ്റമായിരുന്നു. 121 മണ്ഡലങ്ങളിൽ 61 സീറ്റുകളിൽ വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. അതുതന്നെയായിരുന്നു BJPക്ക് വലിയ ക്ഷീണം സംഭവിച്ചത്. കാരണം JDUവിനെതിരെ കഴിഞ്ഞ തവണ LJP സ്ഥാനാർത്ഥി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് JDU മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളും LJP സ്ഥാനാർത്ഥികൾ നിർത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ JDUവിന് സംഭവിക്കുകയുണ്ടായി. അതുതന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട കാരണമായത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. വലിയ ഭരണവിരുദ്ധ വികാരം അവിടെ നേരിടുന്നുണ്ട് NDA. പ്രത്യേകിച്ച് നിതീഷ് കുമാർ എന്ന നേതാവിൻ്റെ ഒരു ബലത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ NDA അധികാരം നിലനിർത്തിയിരുന്നത്. ഇത്തവണ നിതീഷ് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പക്ഷേ പ്രചാരണ യോഗങ്ങളിലൊക്കെ സജീവമായിരുന്നെങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ നിതീഷിനുണ്ട്. അത് ഇന്ത്യ സഖ്യം വലിയ തോതിൽ പ്രചാരണത്തിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തൊഴിലില്ലായ്മ വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. കൂടാതെ കുടിയേറ്റം ഒരു ചർച്ചയാക്കി മാറ്റാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു BJPയുടെയും NDAയുടെയും പ്രചരണം. അതിൽ തന്നെ ആദ്യം ഛഠ് പൂജ അടക്കമുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി അപമാനിച്ചു, ബീഹാർ ജനതയെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു ബീഹാർ വികാരം ആളിക്കത്തിക്കാൻ BJP ശ്രമം നടത്തി. ഒപ്പം ജംഗിൾ രാജ്, RJD വരികയാണെങ്കിൽ ലാലുവിൻ്റെ കാലത്തേക്ക് പോലെ മടങ്ങിപ്പോകും, ബീഹാർ ജംഗിൾ രാജായി മാറും എന്ന പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തന്നെ പല പ്രചാരണ യോഗങ്ങളിലും നടത്തി. ഏറ്റവും ഒടുവിൽ തേജസ്വി യാദവിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് തോക്ക് ചൂണ്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണെന്ന പരാമർശം വരെ മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബീഹാറിൽ സജീവമായിരുന്നു. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിലത്തെ ദിനം പോലും ദേശീയ നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്ത് പ്രചാരണത്തിൽ കേന്ദ്രീകരിക്കുന്നതാണ് കണ്ടത്. ഏതായാലും പല പ്രധാനപ്പെട്ട നേതാക്കളും നാളെ ജനവിധി തേടുന്നുണ്ട്. പ്രത്യേകിച്ച് RJDയുടെ നേതാവ്, നിലവിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ്, അദ്ദേഹം രാഘോപൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുകയാണ്. 2015 മുതൽ അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു വരുന്നു. ഇതുകൂടാതെ സമ്രാട് ചൗധരി BJPയുടെ പ്രധാനപ്പെട്ട OBC മുഖമാണ്, നിലവിലെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം താരാപൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ഇത് കൂടാതെ ഏതാണ്ട് 16 മന്ത്രിമാർ, JDUവിലെ 5ഉം BJPയിലെ 11 ഉൾപ്പെടെ 16 മന്ത്രിമാരും നാളെ ജനവിധി തേടുന്നുണ്ട്. അങ്ങനെ ഒരു വാശിയേറിയ പ്രചാരണ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. 121 മണ്ഡലങ്ങളിലെ നാളെ ബീഹാറിലെ ആദ്യഘട്ടം ഏതാണ്ട് 3.5 കോടി വോട്ടർമാർ നാളെ വിധി എഴുതുകയാണ്. അനുശ്രീ, ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നാളെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആരെയാകും ബീഹാർ തുണയ്ക്കുക എന്നത് നാളെ അറിയാം. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് നടക്കും. ഓൺലൈനായാണ് യോഗം നടക്കുക. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനെതിരെ BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലപാടെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും ഇത് വ്യക്തമാക്കിയിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് സർവകക്ഷി യോഗം എത്തിച്ചേരുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അനന്തര നടപടികൾ സ്വീകരിക്കാനാണ് CPMന്റെ തീരുമാനം. SIRനെതിരെ നിയമ നടപടികൾക്കും സർക്കാർ തയ്യാറായേക്കും. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപുള്ള അവസാന മന്ത്രിസഭാ യോഗമാണ് ഇന്ന് നടക്കുക. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്ര ഇന്ന് തുടങ്ങാനിരിക്കെ നേമത്തെ BJPയിൽ കലാപം. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തെ തുടർന്ന് ഏരിയ പ്രസിഡന്റ് M. ജയകുമാർ രാജിവെച്ചു. MR ഗോപനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. നിലവിലെ കൗൺസിലർ ദീപികയെ വീണ്ടും മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി ഗോപൻ വന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ജില്ലാ പ്രസിഡന്റിന് അയച്ച കത്തിൽ ജയകുമാർ പറയുന്നു. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വികസിത അനന്തപുരി സന്ദേശ പദയാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്ര പൂജപ്പുര ജംഗ്ഷനിൽ വൈകുന്നേരം 3 മണിക്ക് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും.
മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ ആക്രമണത്തിനിരയായ 19-കാരിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ടെങ്കിലും തലച്ചോറിനുൾപ്പെടെ ക്ഷതമേറ്റതിനാൽ മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് പെൺകുട്ടി. അതേസമയം കേസിൽ റിമാൻഡിലായ പ്രതി സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ RPF ഉടൻ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഇനി രാവിലെയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്കൊക്കെ പോകാം. കടത്തിവിട്ടു തുടങ്ങി. ടോൾഗേറ്റിനെതിരെ ആക്ഷൻ കമ്മിറ്റി കോടതിയിൽ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരാനിരിക്കെയാണ് ഈ നടപടി. ടോൾഗേറ്റിന് സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണയിലാണ് ടോൾ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്യാമറകളും വാഹനം കടന്നുപോകുന്നതിനുള്ള ലൈനുകളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ടോൾ ഗേറ്റിന് സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ പോക്കുവരവിനായി ഇരുഭാഗങ്ങളിലുമായി പ്രത്യേക ലൈനുകളാണ് തയ്യാറാക്കിയത്. ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ കോടതിയിൽ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരാനിരിക്കെയാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾ ഗേറ്റിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 28-ന് കോടതി പരിഗണിക്കേണ്ട ഹർജി ബുധനാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കോടതി വിധി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങളുമായി പോകുമ്പോൾ ടോളിനായി വൻതുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. BJP ഒഴികെയുള്ള ബാക്കി എല്ലാ ചെറു രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഈ നാട്ടിലെ ഇത് വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം മേഖലയിലെ ശ്രീ AK മസ്റ്റർ അവരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. 2-3 സമരങ്ങൾ നടന്നു. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ പേരിൽ 3ഓളം കേസുകൾ, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പേരിൽ 3-4 കേസുകളൊക്കെ വന്നു. ഇനിയും കേസുകളൊന്നും വന്നാലും പ്രശ്നമല്ല. നമുക്ക് ഈ ജനദ്രോഹ നടപടികൾക്കെതിരെ വീണ്ടും ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്നാൽ അതും നടത്തും. ടോൾ പ്ലാസ നിലവിൽ തലപ്പാടിയിലാണ്. അവിടെ നിന്നും ആരിക്കാടിയിലേക്ക് 22 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇത്രയും ദൂരത്ത് 2 ടോൾ പ്ലാസകൾ പാടില്ലെന്ന നിയമം ഉണ്ടായിരിക്കെയാണ് ദേശീയപാത തലപ്പാടി ചെർക്കള റീച്ച് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതോടെ ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ നടപടി അധികൃതർ തുടങ്ങിയത്. ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പ്ലാസ പണിയാൻ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതെന്ന ആരോപണവുമുണ്ട്. ആരിക്കാടിയിലെ ടോൾ പ്ലാസ താൽക്കാലികമാണെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. ദേശീയപാത 2ാം റീച്ചിലെ ടോൾ പ്ലാസ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ആരിക്കാടിയിൽ നിന്ന് ടോൾ പിരിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലവിലെ തീരുമാനം. എന്നാൽ ഇത് കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം, മൊഗ്രാൽ, പുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പരിധിയിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് വാഹന ഉടമകൾക്ക് വലിയ ദുരിതമായിരിക്കും വരുത്തിവെക്കുക. ന്യൂസ് 18 കാസർഗോഡ്. കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ തിരക്കേറുകയാണ്. സ്വദേശികളും വിദേശികളും അടക്കം നിരവധി സഞ്ചാരികളാണ് കുട്ടവഞ്ചി സവാരിക്കായി ഇവിടെ എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ വനംവകുപ്പിന്റെ വരുമാനവും വർദ്ധിച്ചു. കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി ആരെയും ആകർഷിക്കുന്നതാണ്. പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചുള്ള യാത്രയാണ് സഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കുന്നത്. സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും കുട്ടവഞ്ചി സവാരിക്കായി എത്തുന്നത്. കാടിന്റെ ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി സവാരി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും സവാരിക്കിടയിൽ അടുത്ത് കാണാൻ കഴിയും. സവാരി നല്ലതായിരുന്നു. വെള്ളത്തിൽ കൂടെയുള്ള നല്ലൊരു രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. ഇനി വരുമോ? പിന്നെ എപ്പോഴും വരും. 4 പേരടങ്ങുന്ന കുട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ് നൽകേണ്ടത്. അവധി ദിവസങ്ങളിൽ ആണ് സഞ്ചാരികൾ കൂടുതലായി ഇങ്ങോട്ടെത്തുന്നത്. ഇവിടുത്തെ റോഡും പിന്നെ ഈ ലാൻഡ്സ്കേപ്പും എല്ലാം നമ്മൾ ഒരു വനത്തിൽ പോകുന്ന അതേ പ്രതീതിയാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ സിറ്റി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ അതിനുള്ള ഒരു ട്രാങ്ക്വിലിറ്റി ഉണ്ട്.
പിന്നെ പറയുവാണെങ്കിൽ ഈ പ്രദേശത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയുള്ള ഒരു എന്തോ കാര്യം ഉണ്ടെന്ന് അറിയില്ല. സുരക്ഷിതമായ യാത്രയാണ് സവാരി കേന്ദ്രത്തിൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോന്നി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികളാണ് കുട്ടവഞ്ചി സവാരിക്കായി കൂടുതലും എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. 6 സെന്റ് സ്ഥലത്ത് പച്ചപ്പിന്റെ സ്വർഗം തീർത്ത് കോതമംഗലം സ്വദേശി കവള മൈക്കൽ ജോസ്. വീട് കഴിഞ്ഞുള്ള സ്ഥലത്താണ് ഈ വേറിട്ട ജൈവ പച്ചക്കറി തോട്ടം ഒരുക്കിയിരിക്കുന്നത്. 4 പാടും വിവിധ പച്ചക്കറികൾ മുളച്ചു നിൽക്കുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. എറണാകുളം കോതമംഗലത്താണ് കവള മൈക്കൽ ജോസിന്റെ ഏദൻ തോട്ടം. 6 സെന്റ് മാത്രം വരുന്ന സ്ഥലത്താണ് വീട്. അത് കഴിച്ചുള്ളതാണ് ജൈവ പച്ചക്കറിയും ഫലവൃക്ഷത്തോട്ടവും. ഇതിന്റെ കൂടെ കുറച്ച് കോഴികളെയും പരിപാലിക്കുന്നുണ്ട്. വീട്ടാവശ്യം കഴിഞ്ഞുള്ള പച്ചക്കറികൾ പതിവുകാർക്ക് വിൽക്കുകയാണ് ജോസ് ചെയ്യുന്നത്. തക്കാളി, വഴുതന, മുളക്, ചീര, വെണ്ട, പാവൽ, പടവലം, കുക്കുംബർ, ശീതകാല പച്ചക്കറികൾ തുടങ്ങിയവ വീടിന്റെ മുറ്റത്തും വശങ്ങളിലുമായി നട്ടു വളർത്തുന്നതാണ് പൊതുവെയുള്ള രീതി. കൂടാതെ ഡ്രമ്മുകളിലും ചട്ടികളിലുമായി കുറ്റിക്കുരുമുളക്, മാവ്, പ്ലാവ്, മറ്റ് ഫലവൃക്ഷങ്ങളും ഒക്കെയുണ്ട്. കൃഷി ചെയ്യാൻ സ്ഥലമല്ല, മനസ്സാണ് വേണ്ടതെന്നാണ് ജോസ് പറയുന്നത്. ഇവിടെ 6 സെന്റ് സ്ഥലമാണ് എനിക്കുള്ളൂ. അതിൽ ഇവിടെ കൃഷി ചെയ്തെടുക്കുന്നതായി കാണുന്നതെല്ലാം സ്ഥലം പരിമിതി, അതായത് സ്ഥലം കുറവാണ് എന്നുള്ളൊരു കാരണത്താൽ ആരും കൃഷി ചെയ്യാതെ ഇരിക്കരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ കൂടി ഞാൻ തരുന്നത്. ഇതെല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇത് കണ്ടേച്ചാണെങ്കിൽ കുറച്ചുപേരെങ്കിലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാവരും ഇതേമാതിരി എന്തെങ്കിലും വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കൃഷി ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 20ഓളം കോഴികളും ജോസിന്റെ പരിപാലനത്തിൽ വളരുന്നുണ്ട്. പൊതുപ്രവർത്തകൻ കൂടിയായ ജോസ് രാവിലെയും വൈകിട്ടുമാണ് കൃഷിക്കായി സമയം കണ്ടെത്തുന്നത്. രാസവളങ്ങളോ വിഷമരുന്നുകളോ ഇല്ലാതെ നാടൻ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ കൃഷി. സ്ഥലമില്ലെന്നു പറഞ്ഞ് കൃഷിയെ ഒഴിവാക്കുന്നവർക്കുള്ള ചുട്ട മറുപടി കൂടിയാണ് ജോസിന്റെ ഈ ജൈവ പച്ചക്കറി തോട്ടം. ന്യൂസ് 18 എറണാകുളം. കൊച്ചിയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചെങ്കിലും വഴിവെക്കിൽ ഇപ്പോഴും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതായാണ് പരാതി. ഫോർട്ട് കൊച്ചി ഭാഗത്താണ് ഇത് കൂടുതലുമുള്ളത്. ദിവസങ്ങളായി ഇവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്തിട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊച്ചിയെ മാലിന്യമുക്ത നഗരമായി കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവാണ് പ്രഖ്യാപിച്ചത്. വഴിയരികിൽ ഇനി മാലിന്യം ഉടനടി നീക്കം ചെയ്യുന്നതിനായുള്ള ഓട്ടോറിക്ഷകളും പുറത്തിറക്കുകയും ചെയ്തു. എന്നാൽ 2 ദിവസം പിന്നിടുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകൾ ഇതാണ്. പലയിടത്തും മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ്. മൂക്കുപൊത്താതെ വഴിയിലൂടെ നടക്കാൻ പോലും കഴിയില്ല എന്ന അവസ്ഥ. ഏറെ തിരക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയുടെ പലയിടങ്ങളിലും ഇതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കെട്ടിക്കിടപ്പുണ്ട്. നമ്മൾ ഇന്നിപ്പോ ചാനലിലൊക്കെ കാണുന്ന ഒരു രസകരമായിട്ടുള്ള മന്ത്രിയുടെ വാക്കുകളാണ്. നമുക്കറിയാം ഈ സിനിമയിലെ കാണുന്ന പോലത്തെ അവസ്ഥയാണ്. കാരണം പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. നമുക്കറിയാം ഇപ്പം കൊച്ചി തന്നെ മാലിന്യമുക്തമാക്കിയെന്നും പറഞ്ഞിട്ട് മന്ത്രി പ്രസ്താവിക്കുമ്പോൾ കൊച്ചിയിൽ വന്നിട്ടൊന്ന് കറങ്ങി നോക്കട്ടെ മന്ത്രി. ഈ റോഡുകളെല്ലാം മാലിന്യം കൊണ്ട് കുമ്പാരമാക്കിയിട്ടങ്ങനെ നിരവധി പിള്ളേർ ഇതിലൂടെ സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഏരിയയാണ് ഈ ഭാഗങ്ങൾ. ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് മാറാരോഗങ്ങൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ ഇലക്ഷന്റെ സമയമായപ്പോൾ ഉദ്ഘാടനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് മാലിന്യമുക്ത കൊച്ചി എന്ന് പറയുമ്പോൾ അന്ധന്മാരാണോ ഇവിടുത്തെ ജനങ്ങൾ? എന്തിന്റെ അടിസ്ഥാനം, എന്ത് കണ്ടിട്ടാണ് ഈ മാലിന്യമുക്ത കൊച്ചി എന്ന് പറയുന്നത്? ഇത് കണ്ടിട്ടാണോ? വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ കെട്ടിവയ്ക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. 150 രൂപ കൊടുത്തിട്ട് ഹരിത കർമ്മസേനക്ക് കോർപ്പറേഷൻ കൊടുത്തിട്ട് മാലിന്യങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ അത് ആ ബ്രഹ്മപുരം പോലത്തെ സ്ഥലങ്ങളിൽ പോകുന്നില്ല. നമുക്കൊന്നും ഇവിടെ നിന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും സ്മെല്ലാണ്. നമുക്കറിയാൻ പറ്റും, നമുക്കിത് പറയാൻ പറ്റുന്നില്ല. അതിന്റെ സ്മെല്ല് നമുക്ക് അടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഒരു മഴ ഇപ്പൊ മഴക്കാലമാണ് കൂടുതലായിട്ട്. ഈ ചവറുകളുടെ ഈ അളിഞ്ഞ ഇതൊക്കെ റോഡുകളിൽ കിടക്കുന്നത്. അപ്പൊ അതൊന്നും മാറ്റാണ്ട് വെറുതെ ഈ ഒരു രീതിയിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മാലിന്യമുക്ത കേരളമെന്നൊക്കെ പറഞ്ഞിട്ട് വിഡ്ഢികളാവരുത് ജനങ്ങൾ. പ്രഖ്യാപനങ്ങൾ പേരിൽ മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിക്കൂട്ട് പദ്ധതികൾ കൊണ്ട് കൊച്ചിയിലെ മാലിന്യം നീക്കാൻ കഴിയില്ലെന്നും കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷവും ആരോപിക്കുന്നു.
ന്യൂസ് 18 കൊച്ചി. 10 വർഷത്തിലധികമായി കൊച്ചി വൈറ്റിലയിൽ തുരുമ്പെടുത്ത് കിടന്ന പൈലിംഗ് മെഷീന് ഒടുവിൽ ശാപമോക്ഷം. എത്രയും വേഗം മെഷീൻ എടുത്തു മാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതോടെ വൈറ്റിലയിലെ റോഡ് നവീകരണത്തിന് വഴി തുറക്കുകയാണ്. കൊച്ചി മെട്രോ പണിയാൻ കൊണ്ടുവന്നതാണ് 7 കോടിയുടെ ഈ പൈലിംഗ് മെഷീൻ. ഒന്ന് മുറുക്കി പിടിച്ചാൽ പൊടിഞ്ഞു വീണേക്കാവുന്ന അവസ്ഥയിലായി. വൈറ്റിലയിലെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് മെഷീന്റെ അസ്ഥിക്കുടം വരെ പുറത്തുവന്നു. KMRL-ഉം മൊബിലിറ്റി ഹബ് സൊസൈറ്റിയും കൈയൊഴിഞ്ഞതോടെ ഈ അവസ്ഥയിലുമായി. ഒടുവിൽ കോടതി ഇടപെട്ടു. ക്രെയിൻ ജപ്തി ചെയ്തു. തുടർന്ന് നടത്തിയ ലേലത്തിലാണ് ശാപമോക്ഷം. ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന കമ്പനി 15 ദിവസത്തിനുള്ളിൽ ഈ കൂറ്റൻ മെഷീൻ എടുത്തുമാറ്റും. 10 വർഷം വൈറ്റിലയുടെ തലവേദനയായിരുന്ന മെഷീൻ ഇവിടെ നിന്ന് മാറ്റുന്നതിൽ സ്ഥലം കൗൺസിലർ സുനിത ഡിക്സനുമുണ്ട് വലിയ പങ്ക്. നമ്മുടെ ഏറ്റവും വലിയ ആശങ്കയായിരുന്നു ഇത്. കാരണം തൊട്ടപ്പുറത്ത് വീടുകളാണ്, ഫ്ലാറ്റാണ്, തൊട്ടിപ്പുറത്ത് റോഡാണ്, സിഗ്നൽ പോയിന്റാണ്. അതാണ് ഏറ്റവും നമ്മുടെ ആശങ്ക. നമുക്ക് രാത്രി ഞാൻ നോക്കുന്നത് റോഡിലോട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്ക നിസ്സാരമല്ല. നമ്മൾ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുക. ഒരു മഴ പെയ്യുമ്പോഴാണെങ്കിലും ഇത് വന്ന് കണ്ടിട്ട് എഞ്ചിനീയർ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് വീഴില്ലെന്നാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പോഴാണ് നമ്മളോട് അവർ പറയണേ. നമ്മളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഒരു നിമിഷം നേരത്തെ ഈ പൈലിംഗ് മെഷീൻ ഇവിടുന്ന് മാറ്റി തരണം. മാറ്റാനുള്ള എല്ലാ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 ദിവസം കൂടിയാണ് അവർ ചോദിച്ചേക്കുന്നത്. അഭിമാന നിമിഷം ഇത് മാറ്റുന്നതിൽ. വൈറ്റിലയിലൂടെ കടന്നു പോകുന്നവർക്ക് പേടിയാണ് ഈ മെഷീൻ എന്നതിൽ തർക്കമേയില്ല. വല്ല കാറ്റിലോ ഇളകി റോഡിലേക്ക് വീണിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നത് വൻ അപകടമാണ്. മെഷീൻ പൂർണ്ണമായും മാറ്റിയാൽ ഇവിടെ ഒരു റോഡ് വരും. അതിലൂടെ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് സ്വസ്ഥമായി യാത്രയും ചെയ്യാം. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് 3 മാസം പിന്നിടുകയാണ്. യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് ബലക്ഷയവും സുരക്ഷാ ഭീഷണിയുമുണ്ടെന്ന് കാട്ടി നഗരസഭാ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയതോടെയാണ് സേവനം നിലച്ചത്. ഇതോടെ ദിവസവും ആശുപത്രിയിലെത്തിയിരുന്ന 100 കണക്കിന് രോഗികളാണ് പ്രതിസന്ധിയിലായത്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയിട്ട് നാളേറെയായി. മെഡിക്കൽ ഓഫീസർ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ കെട്ടിടം പരിശോധിച്ച് ബലക്ഷയവും വിള്ളലുമുണ്ടെന്ന് കണ്ടെത്തി. ഇതോടെ കെട്ടിടം അടച്ചുപൂട്ടാൻ നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി. അന്നു മുതലാണ് എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനവും നിലച്ചത്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും പഴയ കെട്ടിടത്തിൽ നിന്നും എക്സ്റേ ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതോടെ സാധാരണക്കാരായ 100 കണക്കിന് രോഗികളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായത്. നിലവിൽ പലരും സ്വകാര്യ എക്സ്റേ യൂണിറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. ഇതൊരു മലയോര പ്രദേശമാണ്. മലയോര പ്രദേശത്തിലെ സാധാരണക്കാരായ നിരവധി ആൾക്കാർ ഈ ഹോസ്പിറ്റൽ ആശ്രയിക്കുന്നുണ്ട്. അവര് കയ്യിൽ പൈസയോ സാധാരണക്കാരായി അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് മുക്കം ഹെൽത്ത് സെന്ററിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിട്ട് 3 മാസത്തോളമായി. അടിയന്തരമായിട്ട് ഇതിന്റെ അധികാരികൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ 100 രൂപ മാത്രം ഈടാക്കിയിരുന്ന എക്സ്റേക്ക് സ്വകാര്യ യൂണിറ്റുകൾ 200 രൂപ വരെയാണ് വാങ്ങുന്നത്. സാധാരണ കൊടുക്കാറുള്ളതിന്റെ ഇരട്ടി പണം മുടക്കുന്നത് നിർധരരായ 100 കണക്കിന് രോഗികളെയാണ് പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ ഇതൊക്കെയായിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് എക്സ്റേ യൂണിറ്റുകൾ മാറ്റാനുള്ള യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. രാവിലെ വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് കാരണം ദേശീയപാതയ്ക്കായുള്ള അശാസ്ത്രീയ മണ്ണെടുപ്പെന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. മണ്ണിടിച്ചിലിനുള്ള കാരണം കണ്ടെത്തുന്നതിനായി ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടേതാണ് റിപ്പോർട്ട്. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും മൈനിംഗ് ആൻഡ് ജിയോളജി, ദേശീയപാത വിഭാഗം, പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയാണ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വി കെ സ്റ്റാലിൻ ചേരുന്നുണ്ട്. സ്റ്റാലിൻ, തുടക്കം മുതൽ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നതാണ് ഈ ദേശീയപാത നിർമ്മാണമാണ് ഈ മണ്ണിടിച്ചിലിന് കാരണമെന്നുള്ളതൊക്കെ. അപ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴിതാ റിപ്പോർട്ടും വന്നിരിക്കുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ആദ്യ സമയം മുതലേ, പ്രത്യേകിച്ച് ഈ ദുരന്തത്തിന്റെ തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്തിരുന്നത് ദേശീയപാതയിലെ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമെന്നാണ്.
അത് മാത്രമല്ല, ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച കാലം മുതൽ ദേശീയപാത 85ന്റെ തുടർ നടപടികൾ ആരംഭിച്ച കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപം നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ ഒരു പ്രധാന കാരണമെന്നുള്ള ഒരു വിലയിരുത്തൽ നാട്ടിൽ പൊതുവെ ഉയരുന്നുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ കളക്ടർ നിയോഗിച്ച സംഘം, പ്രത്യേകിച്ചും ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള മറ്റു റവന്യൂ ഉദ്യോഗസ്ഥരും മൈനിങ് ആൻഡ് ജിയോളജി, അതേപോലെ ദേശീയപാത വിഭാഗം, അങ്ങനെയുള്ള വിദഗ്ധ സമിതിയെ ദുരന്തമുണ്ടായ പിറ്റേ ദിവസം തന്നെ നിയോഗിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം, 4 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു കളക്ടർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോഴും ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയതായിട്ടാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇനി വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇനിയും വരാനുണ്ട്. എന്തായാലും അശാസ്ത്രീയമായ മണ്ണെടുപ്പ്, പ്രത്യേകിച്ചും ഭൂപ്രകൃതിയുടെ ഘടന, അതുപോലെ തന്നെ മണ്ണിന്റെ ഘടന, ഭൂപ്രകൃതിയുടെ പ്രത്യേകത, ഇതൊക്കെയൊന്നും വിലയിരുത്താതെ, ഇത് കണക്കാക്കാതെയാണ് അവിടെ മണ്ണിടിച്ച് മാറ്റിയത് എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും തുടർന്ന് വിശദമായ റിപ്പോർട്ട് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് ഉള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ചർച്ച നടത്തിയിരുന്നു. മന്ത്രി റോഷിയേഴ്സിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാത വിഭാഗം 1 ലക്ഷം രൂപ മരണമടഞ്ഞ ബിജുവിന്റെ മകളുടെ പഠന ചെലവിനായി നൽകുമെന്നും, അതോടൊപ്പം തന്നെ ദേശീയപാത വിഭാഗത്തിന്റെ ഇൻഷുറൻസ് തുക മണ്ണിനടിയിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട 9 വീടുകൾക്ക്, സാധാരണ 9 വീട്ടുകാർക്കുള്ള ധനസഹായം നൽകുമെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനിയും അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ, പ്രധാന റിപ്പോർട്ടുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ശരി, വി കെ സ്റ്റാലിനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ പുരോഗതിയെന്ന് US. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരമായി സംസാരിക്കാറുണ്ടെന്നും അദ്ദേഹത്തിന് മോദിയെ വളരെ ബഹുമാനമാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലേവിറ്റ് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് വൈറ്റ് ഹൌസിൽ ദീപാവലി ആഘോഷങ്ങൾ നടന്നതും ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമായതിന്റെ സൂചനയാണെന്നും അവർ വ്യക്തമാക്കി. I think he feels very positive and strongly about it. As you know, he recently, a few weeks back, spoke to Prime Minister directly when he celebrated in the Oval Office Diwali with many high-ranking Indian American officials here at the White House. We have a great U.S. ambassador to India in Mr. Sergio Gore, who will represent our country very well. And the president and his trade team continue to be in very serious discussions with India with respect to that topic. So I know the president has great respect for Prime Minister Modi, and they speak pretty frequently. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, മോദിയും ട്രംപുമായി സ്ഥിരമായി ആശയവിനിമയം നടക്കാറുണ്ടെന്ന് വൈറ്റ് ഹൌസ് തന്നെ വ്യക്തമാക്കുന്നു. വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാകാം അതെന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും അനുശ്രീ, ഇതിനു മുൻപേ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഏഷ്യ സന്ദർശന സമയത്തുൾപ്പെടെ പറഞ്ഞതാണ് ഇപ്പോൾ നിലവിൽ നരേന്ദ്രമോദിയുമായി സ്ഥിരമായി ടെലിഫോൺ വഴി സംസാരിക്കാറുണ്ട്, അദ്ദേഹവുമായി ഈ ട്രേഡ് ഡീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ഇന്ത്യ നിർത്തുമെന്ന് മോദി തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം കുറച്ച് ദിവസം മുൻപാണ് പറഞ്ഞത്. ഇപ്പോൾ അതിനുശേഷമാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരമൊരു സ്ഥിരീകരണം വരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയുമായി സംസാരിക്കാറുണ്ടെന്ന്. അതുപോലെ തന്നെ പറഞ്ഞത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ വിഷയമാണ് പ്രധാനമായിട്ടും US-ൻ്റെ ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലീവിറ്റ് എടുത്തു പറഞ്ഞത്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിൽ വ്യക്തമായിട്ടുള്ള ഒരു പുരോഗതി നേടിയിട്ടുണ്ട്. ട്രംപിൻ്റെ ട്രേഡ് അനലിസ്റ്റുകൾ, ഇപ്പോൾ ട്രേഡ് സംഘം, അത് ഇന്ത്യയുമായി ഇപ്പോൾ സ്ഥിരമായി ആശയവിനിമയം നടത്താറുണ്ട്. ഇന്ത്യയുമായി ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഒരു വ്യാപാര കരാറിൽ എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് അവർ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ US-നെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ വളരെ മികച്ച ഒരു അംബാസഡറാണുള്ളത്. സെർഗിയോ ഗോർ എന്ന ഒരു മികച്ച അംബാസഡർ US-ന് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ US ഇന്ത്യ ബന്ധം അടുത്തിടെ വളരെ ശക്തമായതായിട്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മോദിയോട് വളരെ അധികം ബഹുമാനമുണ്ടെന്ന് പറഞ്ഞു. ഈ അടുത്ത് മോദിയെ അദ്ദേഹം വിളിച്ചത് ഇപ്പോൾ ദീപാവലി ആഘോഷങ്ങൾ വൈറ്റ് ഹൗസിൽ വെച്ച് നടക്കുകയുണ്ടായി. US-ലെ ഉന്നത ഇന്ത്യൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ US ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി അടങ്ങിയതായിരുന്നു ഈ ദീപാവലി സെലിബ്രേഷൻ. അപ്പോൾ ആ സമയത്ത് ട്രംപ്
ട്രംപ് മോദിയെ വിളിച്ചിരുന്നു എന്നും കരോലിൻ ലീവിറ്റ് പറഞ്ഞു. നമ്മൾ ഈ ആഘോഷങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. ഇപ്പോൾ ട്രംപ് ഈ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷം, ദീപാവലി ആഘോഷം, അത് വൈറ്റ് ഹൗസിൽ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ആഘോഷം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ട്രേഡ് ഡീലിനെ പറ്റിയിട്ടുള്ള പ്രതികരണം നടത്തിയത്. എന്തായാലും ട്രേഡ് ഡീലിൽ പുരോഗതി ഉണ്ടെന്ന് തന്നെയാണ് കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ ട്രേഡ് ഡീലിനെ പറ്റി മറ്റ് പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെ ദിവസങ്ങൾക്ക് മുൻപ് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ട്രേഡ് ഡീലിൽ ചർച്ചകൾ നടക്കുന്നു എന്നാണ്. എന്നാൽ പുരോഗതിയെപ്പറ്റി ഇന്ത്യ നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ US-ൻ്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം വരുന്നത് ഇത്തരത്തിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ അത് മികച്ച ഒരു രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നതെന്നാണ്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസകൾ കൂട്ടത്തോടെ നിഷേധിച്ച് കാനഡ. കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട് മാറ്റം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കാലത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്നഭൂമിയായിരുന്ന കാനഡ ഇപ്പോൾ വിസ അപേക്ഷകളിൽ കടുപ്പമേറിയ നിലപാട് സ്വീകരിക്കുന്നു എന്ന വാർത്ത ആശങ്കയുണ്ടാക്കുന്നതാണ്. പഠനത്തിനും കുടിയേറ്റത്തിനും ഒരുപോലെ സാധ്യതകൾ തുറന്നിട്ടിരുന്ന ആ രാജ്യം ഇന്ന് ഭൂരിഭാഗം അപേക്ഷകളും നിഷേധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിയെയും ആഗോള വിദ്യാഭ്യാസ ഭൂമികയെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? കാനഡയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലൂടെയുള്ള കുടിയേറ്റത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു സുവർണ കാലഘട്ടം കാണാൻ സാധിക്കും. മികച്ച വിദ്യാഭ്യാസ നിലവാരം, പഠനാനന്തരം ജോലി ലഭിക്കാനുള്ള സൗകര്യം, പിന്നീട് പെർമനൻ്റ് റെസിഡൻസി നേടാനുള്ള താരതമ്യേന എളുപ്പവഴികൾ എന്നിവ കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡ ഒരു പറദീസയായിരുന്നു. പഞ്ചാബ്, ഗുജറാത്ത്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും കനേഡിയൻ കോളേജുകളെ ലക്ഷ്യമിട്ടിരുന്നത്. ഈ പ്രവണതയുടെ ഫലമായി കാനഡയിൽ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. എന്നാൽ ഇന്ന് ഈ ചരിത്രം മാറിമറിയുകയാണ്. കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ 74% നിരസിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. 2023 ഏകദേശം 20,900 അപേക്ഷകരുണ്ടായിരുന്ന സ്ഥാനത്ത് 2005 ഇത് 4,515 കുറഞ്ഞെന്ന വസ്തുത കാനഡയുടെ കർശന നിലപാട് വ്യക്തമാക്കുന്നു. ഈ കൂട്ടനിഷേധങ്ങൾക്ക് പിന്നിൽ കനേഡിയൻ സർക്കാർ പ്രധാനമായും 2 കാരണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, തട്ടിപ്പുകൾ തടയുക. വിദ്യാർത്ഥികളുടെ വിസയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകൾ, വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള അപേക്ഷകൾ, യഥാർത്ഥത്തിൽ പഠന ലക്ഷ്യമില്ലാത്തവരുടെ കടന്നുവരവ് എന്നിവ തടയുക എന്നതാണ് ഒരു ലക്ഷ്യം. കാനഡയിലെ ചില കോളേജുകൾ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി നൽകുന്ന ഉറപ്പുകളിൽ വാസ്തവമില്ലായ്മ ഉണ്ടെന്ന കണ്ടെത്തലും ഈ നടപടിക്ക് കാരണമായിട്ടുണ്ട്. ഈ തട്ടിപ്പുകൾ പലപ്പോഴും വിദ്യാർത്ഥികളെ കാനഡയിൽ എത്തിച്ച ശേഷം ദുരിതത്തിലാക്കുന്നു. 2, താൽക്കാലിക കുടിയേറ്റങ്ങളുടെ എണ്ണം കുറയ്ക്കുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാനഡയിലേക്ക് താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇത് അവിടുത്തെ ഭവന വിപണിയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും സമ്മർദ്ദമുണ്ടാക്കി. പ്രധാന നഗരങ്ങളിൽ വാടക കുതിച്ചുയരുകയും പൊതുസേവനങ്ങളിൽ നിരക്ക് കൂടുകയും ചെയ്തു. ഈ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പെർമിറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ കാനഡ തീരുമാനിച്ചു. വിദ്യാർത്ഥി വിസകൾക്ക് കോട്ട ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളത്. കാനഡയിലെ ചില പ്രവിശ്യകളിൽ, പ്രത്യേകിച്ചും ഒന്റാറിയോ പോലുള്ള ജനസാന്ദ്ര കൂടിയ പ്രദേശങ്ങളിൽ തങ്ങാനാവുന്ന ഭവനങ്ങളുടെ ദൗർലഭ്യം രൂക്ഷമാണ്. താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നത് വഴി നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ പൗരന്മാർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യവും കാനഡയ്ക്കുണ്ട്. കാനഡയുടെ ഈ കർശന നിലപാട് സ്വാഭാവികമായും ഇന്ത്യൻ വിദ്യാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു എന്ന ചൊല്ലുപോലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ വൈവിധ്യവൽക്കരിക്കുകയാണ്. പ്രധാനമായും ജർമ്മനി ഒരു ശക്തമായ ബദലായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിന് കാരണം പ്രധാനമായും സൗജന്യ വിദ്യാഭ്യാസമാണ്. പല ജർമ്മൻ യൂണിവേഴ്സിറ്റികളിലും, പ്രത്യേകിച്ചും പൊതുമേഖലയിലുള്ളവയിൽ ട്യൂഷൻ ഫീസില്ല. ഇത് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ്. ഒപ്പം മികച്ച സാങ്കേതിക വിദ്യാഭ്യാസം, അതായത് എഞ്ചിനീയറിംഗ്, ടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ ജർമ്മനിയുടെ ആഗോള പ്രശസ്തി, കൂടാതെ പോസ്റ്റ് സ്റ്റഡി വർക്ക് ഓപ്ഷനുകൾ, അതായത് പഠനശേഷം ജോലി തേടാനും യൂറോപ്പിൽ തുടരാനുമുള്ള അവസരങ്ങൾ. ഇതുകൂടാതെ UK, ഓസ്ട്രേലിയ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ PR സാധ്യത എന്നതിലുപരി പണത്തിന് ലഭിക്കുന്ന മൂല്യം, വിദ്യാഭ്യാസ നിലവാരം, വിസ ലഭ്യത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു.
വിദ്യാർത്ഥി വിസ നിഷേധങ്ങൾ തട്ടിപ്പുകൾ തടയാനും അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണെന്ന കാനഡയുടെ വിശദീകരണം ന്യായീകരിക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായേക്കാം. വിദേശ വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് കൊണ്ടുവരുന്ന പണം, അതായത് ഫീസ്, ജീവിത ചെലവുകൾ, ഇവ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ്. കൂടാതെ കാനഡയിലെ ജനസംഖ്യയിലെ വാർദ്ധക്യത്തെ നേരിടാനും തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും കുടിയേറ്റം ഒരു പ്രധാന മാർഗമാണ്. വിസ നിഷേധം തുടർന്നാൽ വൈദഗ്ധ്യമുള്ള യുവ തൊഴിലാളികളുടെ ഒഴുക്ക് നിലയ്ക്കുകയും ഇത് ദീർഘകാല സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധി ഇരു രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ വിദ്യാഭ്യാസ ഏജൻസികളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതേസമയം കാനഡ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സുതാര്യമായ ഒരു കുടിയേറ്റ നയം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിലേക്കുള്ള പ്രവേശനം കൂടുതൽ ദുഷ്കരമായ ഈ കാലഘട്ടം ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചന നൽകുന്നു. ഇനി പഠനത്തിനും കുടിയേറ്റത്തിനും വേണ്ടി ലോകത്തിൻ്റെ മറ്റു കോണുകളിലേക്ക് തിരിയേണ്ടി വരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥി സമൂഹത്തെയാകും നാം കാണുക. കാനഡയുമായി ബന്ധപ്പെട്ട് മാറിയിരിക്കുന്ന ഈ കുടിയേറ്റ ഭൂമികയുടെ മാറ്റങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഒരു വിദേശ വിദ്യാഭ്യാസം എന്നത് വലിയൊരു നിക്ഷേപവും ഒരു തലമുറയുടെ സ്വപ്നവുമാണ്. ജാഗ്രതയും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനം കാനഡ അല്ലെങ്കിൽ ജർമ്മനി ആകട്ടെ, ആ സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി ഇന്ന് ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് രാവിലെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. സ്പെഷ്യൽ ഡേയിലേക്ക് പത്തനാപുരം മാങ്കോട് സ്വദേശി രതീഷ് ധന്യ ദമ്പതികളുടെ മകൾ നേതിയുടെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കൊച്ചച്ഛനും കുഞ്ഞമ്മയും ഫാമിലിയും ഒക്കെയാണ്. നേദ്യക്കുട്ടിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ശ്രീകണ്ഠാപുരം ചേപ്പറമ്പിലെ സന്തോഷ് അഞ്ജു ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയുടെ പിറന്നാളാണെന്ന് ആദിലക്ഷ്മിക്ക് ന്യൂസ് 18 പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ PCR എക്സിക്യൂട്ടീവായ നിത്യയുടെ അമ്മ, ഞങ്ങളൊക്കെ നിത്യ ചേച്ചി എന്നാണ് വിളിക്കാറ്, നിത്യ ചേച്ചിയുടെ അമ്മ അജിത കുമാരിയുടെ 51ാം പിറന്നാൾ ആണിന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഭർത്താവ് പുഷ്പരാജൻ, കൊച്ചുമകൾ ഋതിക, യാതുക എന്നിവരാണ്. അജിത കുമാരി അമ്മയ്ക്ക് ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ ക്യാമറാമാനായ പ്രശാന്ത് മംഗലശ്ശേരിയുടെയും ശ്രീദേവിയുടെയും മകൾ രുദ്ര പ്രശാന്തിന്റെ 6ാം പിറന്നാളാണിന്ന്. ഞങ്ങളുടെ കൊച്ചി ബ്യൂറോയിലെ ക്യാമറാമാനാണ് പ്രശാന്തേട്ടൻ. പ്രശാന്തേട്ടന്റെ മകളുടെ പിറന്നാളാണിന്ന്. രുദ്രക്കുട്ടിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. പട്ടാഴിയിലെ ശരത് അപർണ ദമ്പതികളുടെ വിവാഹ വാർഷികമാണിന്ന്. ശരത്തിനും അപർണയ്ക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിൽ വിവാഹ വാർഷികാശംസകൾ നേരുകയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് ഗുജറാത്തിൽ നടന്ന ദേശീയ കുഡോ മത്സരത്തിൽ മെഡലുകൾ കരസ്ഥമാക്കിയ തിരുവനന്തപുരം സ്വദേശികളായ വിനയ റാവു, അഞ്ജലി സാം, ഗൗരി കൃഷ്ണ, അനാമിക തോന്നിക്കൽ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളും സഹോദരങ്ങളും ഒക്കെയാണ്. 4 പേർക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.